എന്തൊക്കെയാ കഥകളെ ഉഷാറല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ രണ്ടാമത് മറ്റൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മെഗാ ഓഫറിൽ രണ്ട് അടിപൊളി സാധനങ്ങൾ. ഇതാ ആദ്യം തന്നെ കാണാം, അടിപൊളി ജാവ ഉണ്ട്. ഇന്നത്തെ ജാവൻ്റെ റേറ്റ് കാര്യങ്ങൾ ഓഫർ കേട്ട് കഴിഞ്ഞാൽ നെട്ടെന്ന് പറഞ്ഞാൽ നെട്ടും. പ്രവാസികളൊക്കെ ഒരുപാട് കോൺടാക്ട് ചെയ്യുന്ന സാധനം നമ്മൾ ജാവ. വേണ്ട ആളുകൾ ഇന്നത്തെ വീഡിയോയോട് കൂടി ഈ ഓണത്തിന് ഓഫറിന് ഈ ജാവ സ്വന്തമാക്കണം. ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതുപോലെ ഈ F-Z നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ F-Z ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന വണ്ടി ആയതുകൊണ്ടും F-Z മാത്രം സ്പെഷ്യലായിട്ട് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഓൽക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു F-Z ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. F-Zൻ്റെ എല്ലാ ഭാഗങ്ങളും കാണിച്ചിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ F-Z നമ്മൾ പറഞ്ഞു. ഇന്നത്തെ വീഡിയോൻ്റെ ഹൈലൈറ്റ് ഒരു ഹൈ ക്വാളിറ്റി സിങ്ക്രോണർഷിപ്പ് വണ്ടി. ഇതിൻ്റെ വില ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. വില കേട്ടാൽ നെട്ടും. നല്ലൊരു ജാവയാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ഈ ഓണത്തിന് ഈ ജാവ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ നമുക്ക് വണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിടക്കാം. എന്തൊക്കെ പിന്നെ വിശേഷങ്ങൾ എല്ലായിടത്തും ഓണത്തിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രവാസി സുഹൃത്തുക്കളും മറ്റുള്ള ആളുകളൊക്കെ വിളിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് നമ്മൾ F-Zഉം അതുപോലെ ജാവയും കാര്യങ്ങളും വണ്ടിയിലേക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇറക്കിയിട്ടുള്ളത്. ഏതാണെങ്കിലും നമ്മൾ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മളെ ജാവയിലേക്ക് വരാം. കഴിഞ്ഞ നമ്മളെ വീഡിയോ ചെയ്ത സമയത്തൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ ജാവ ഉണ്ടോ, വണ്ടി പോയതിന് ശേഷം വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് ആളുകൾ ആ വീഡിയോ കാണുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളോട് ജാവ ഉണ്ടോ, ജാവ ക്ലാസിക് ഉണ്ടോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ നല്ല അടിപൊളി കളറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ജാവ ക്ലാസിക് നല്ല എൻജിൻ ക്വാളിറ്റി വണ്ടി, നമുക്ക് അറിയുന്ന വണ്ടി തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടി കേട്ടോ. ഇതിൻ്റെ കളർ വരുന്നത് ഒരു മെറൂണും അതുപോലെ ക്രോം കളറിലാണ് കാണുന്ന ജാവ വരുന്നത്. എല്ലാ സൈഡും നോക്കിയാൽ കാണാം, പ്രത്യേകിച്ച് തട്ടുമുട്ടി കാര്യങ്ങളും ഒന്നുമില്ല. ഇതിന് ഓണർഷിപ്പിലേക്ക് വരാം. ഈ കാണുന്ന ജാവ ഇതിൻ്റെ മോഡൽ ആദ്യം തന്നെ നമുക്ക് മോഡൽ പറയാം. 2021 രജിസ്ട്രേഷനാണ് ഈ കാണുന്ന ജാവ ക്ലാസിക് കേട്ടോ. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. ഇതിന് ഓണർഷിപ്പ് പറയുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പാണ് ഇപ്പോൾ ഈ വണ്ടി ഉള്ളത്. നമുക്ക് അറിയാവുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി തന്നെയാണ് സിംഗിൾ ഓണർഷിപ്പ്. ഇതിൻ്റെ ഓട്ടം പറയുകയാണെങ്കിൽ വെറും തുച്ഛമായ 20,000 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന ജാവ ഓടിയിട്ടുള്ളൂ. ഇപ്പം നിങ്ങൾ മീറ്ററിൽ കാണുന്നുണ്ടാവും, വെറും 20,000 കിലോമീറ്റർ തുച്ഛമായ ഓട്ടം. വല്ലാതെ കൂടുതൽ ഓട്ടം കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല വണ്ടിയാണ്. അതായത് പറയാൻ കാരണം തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇനി അടുത്ത് ബോഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് ഫ്രണ്ട് സൈഡ്, അതുപോലെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ബാക്ക്, ഫ്രണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ ബോഡിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ. ഇന്നത്തെ വീഡിയോക്കും വേണ്ടി പെട്ടെന്ന് നമ്മൾ വണ്ടി കയറ്റിയതാണ്. അത് കാരണം നമ്മൾ സർവീസ് കാര്യങ്ങൾ നമ്മൾ ഈ ടയറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ചെളി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കാരണം സർവീസൊന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പെട്ടെന്ന് തന്നെ വണ്ടിയാണ് കയറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ട് ഓഫർ ഇടാമെന്ന് കരുതിയിട്ടാണ് കയറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം ബോഡിയും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഒന്നും കൂടെ സർവീസ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിളക്കം കാര്യങ്ങളും കിട്ടും. ടയറിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഫ്രണ്ടിലെ ടയർ പുത്തൻ ക്വാളിറ്റി ടയർ, പുതിയ ടയർ. ബാക്കിലെ ടയർ അതും പറഞ്ഞ പോലെ തന്നെ ഒന്നും നോക്കണ്ട, പുത്തൻ പോലത്തെ ടയർ. ഓക്കെ, വണ്ടിക്ക് പിന്നെ ജാവക്ക് പിന്നെ അറിയാലോ, നമ്മളെ ഡബിൾ സൈലൻസർ കാര്യങ്ങൾ എല്ലാം വരുന്ന വണ്ടിയാണ്. അതുപോലെ ടാങ്കിൻ്റെ ഭാഗത്തൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ബോഡിയിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി സെൽഫ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വണ്ടി ഇഗ്നിഷൻ ഓൺ ആയിട്ടുണ്ട്. സെൽഫ് കാര്യങ്ങളെല്ലാം അവിടെയാണ്. ഒറ്റ കിക്കിൽ സ്റ്റാർട്ടാണ്. ബാറ്ററി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചാർജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ബാറ്ററി കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യത്തിൽ എൻജിൻ സൈഡ് കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, പക്കയാണ്. ഇതിൻ്റെ റേറ്റും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓട്ടം കാര്യങ്ങൾ ഏകദേശം ഒക്കെ പറഞ്ഞു. ഈ കാണുന്ന ജാവക്ക് ഇന്നത്തെ മെഗാ ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഹൈ ക്വാളിറ്റി ഏകദേശം ഇത് എടുത്ത സമയത്ത് 2-2.5 ലക്ഷം രൂപയോളം 2.25 ലക്ഷം രൂപയോളം വന്ന വണ്ടിയാണിത്. ഇന്നത്തെ ഓണത്തിൻ്റെ മെഗാ ഓഫറിൽ ഈ കാണുന്ന ജാവ നമ്മൾ കൊടുക്കുന്നത് വെറും 79 റുപ്യക്കാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുക്കണം കേട്ടോ. വെറും 79 റുപ്യ. ലോ കിലോമീറ്റർ സിംഗ്ലോണർഷിപ്പ് ഓടിയ ഈ സിംഗ്ലോണർഷിപ്പിലുള്ള ഈ കാണുന്ന ജാവ നമ്മൾ കൊടുക്കുന്നത്. ഇനി നോക്കി നിൽക്കണ്ട, ഇതിലും വലിയ ഓഫർ ഇനി വരാണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതാണെങ്കിലും വേണ്ട ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ജാവ. അടുത്ത നമ്മൾ F-Zലേക്ക് വരാം. അടുത്തത് രണ്ടാമതൊരു വണ്ടി. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മളെ ചാനൽ തുടങ്ങിയ ആ കാലം മുതലേ നമ്മളെ വണ്ടി പേഴ്സണൽ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. മാത്രമല്ല നമുക്ക് അത്രമാത്രം ഇഷ്ടമുള്ളൊരു വണ്ടിയാണ് യമഹ F-Z. മോഡൽ കൂടിയത് 2016 മോഡൽ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ കണ്ട ആളുകളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക, കുഴപ്പമില്ല കേട്ടോ. ഞാനെന്താ വെച്ചാൽ സ്പെഷ്യലായിട്ട് എസ്പെഷ്യലി F-Z നോക്കേണ്ട ആളുകളുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് സെപ്പറേറ്റ് നമ്മൾ വണ്ടി ഇറക്കി വണ്ടീൻ്റെ എല്ലാ സൈഡും കാണിച്ചു തരാം. റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് എല്ലാം അത്യാവശ്യം ബോഡി കാര്യങ്ങൾ, തട്ടുമുട്ട് പൊട്ട് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബാക്കിൽ നല്ല പുത്തൻ പോലത്തെ നല്ല ടയറുണ്ട്.
ഫ്രണ്ടിലെ ടയറിലേക്ക് വരാം. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഫ്രണ്ടിലും നല്ല ടയറുണ്ട്. ബ്ലാക്ക് കളറാണ് വണ്ടി, അതുകൊണ്ട് എപ്പോഴും മാർക്കറ്റുള്ള കളറാണ്, പ്രശ്നമില്ല. മീറ്റർ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. മീറ്റർ കാര്യങ്ങളെല്ലാം റണ്ണിങ് ആണ്. 42,000 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വണ്ടി ഓടിയിട്ടുള്ളൂ. സെൽഫ് കാര്യങ്ങൾ അതും വർക്കിംഗ് ആണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ സെൽഫൊക്കെ അത് ഇന്നൊരു എസ്പെഷ്യലി എന്താ പറയുക, ഒരു കംപ്ലീറ്റ് വീഡിയോ ആണ് ഇത് കാണിക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സെൽഫ് കാര്യങ്ങൾ എല്ലാം ഓക്കെയാണ്, അതുകൊണ്ട് അതൊന്നും വിഷയമാക്കേണ്ട. അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന വണ്ടി കേട്ടോ. നല്ല വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ലെഫ്റ്റ് സൈഡും ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ലെഫ്റ്റ് സൈഡും നല്ല പിന്നെ വൃത്തിയുണ്ട്. സർവീസ് നമ്മൾ പോളിഷ് ചെയ്തിട്ടില്ല കേട്ടോ, വണ്ടി ജസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളൂ. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാങ്കിൻ്റെ ഭാഗത്തൊക്കെ ഒന്നും കൂടെ ഗ്ലേസിങ് കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ പോളിഷ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ടയേഴ്സ് കാര്യങ്ങൾ. അടുത്തത് ഇനി നമ്മൾ ഈ എഫ് സെഡ് എന്നുള്ള വണ്ടി നോക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു സംശയമാണ് ഈ എഫ് സെഡിൻ്റെ ഷാഫ്റ്റ് പോയിക്കണമെന്നുള്ളത്. ഞാൻ എപ്പോഴും ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഷാഫ്റ്റ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. ഇതിൻ്റെ നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫ്രണ്ട് സൈഡിൽ വരുന്ന ഷാഫ്റ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഷാഫ്റ്റിൻ്റെ ഈ സൈഡ്, ഈ ഷാഫ്റ്റൊക്കെ നമ്മൾ ഈ വണ്ടിൻ്റെ ഷാഫ്റ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയാണ്. ഷാഫ്റ്റിന് വെൽഡിങ്ങോ കാര്യങ്ങളോ പൊട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാൻ അപ്പോൾ ഇത് ഊരാൻ ഒരു എക്യുപ്മെൻറ്റ്സ് ഇല്ല, ആ കാരണമാണ് ഞാൻ അത് ഊരി കാണിക്കാത്തത്. ഷാഫ്റ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്താണ്, ഒന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ട. ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതുപോലെ സ്മോക്ക്, പിന്നെയുള്ള വിഷയമാണ് സ്മോക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. സ്മോക്ക് കാര്യങ്ങളൊന്നുമില്ല, നല്ല പക്ക എഞ്ചിനാണ് ഈ കാണുന്ന 2016 മോഡൽ എഫ് സെഡിൻ്റെ എഞ്ചിൻ വരുന്നത്. ഓട്ടം പറഞ്ഞു, കിലോമീറ്റർ പറഞ്ഞു, ടയേഴ്സ് കാര്യങ്ങൾ, ബോഡി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇൻഷുറൻസ് റെഡിയാണ്, ഏകദേശം 4-5 മാസം ഇൻഷുറൻസ് ബാലൻസ് ഉണ്ട്. ലൈറ്റ് കാര്യങ്ങളെല്ലാം പക്ക, പൊല്യൂഷൻ ഉണ്ട്, അതൊന്നും നോക്കണ്ട. ഇത് നമ്മൾ ചോദിക്കണ വില കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എങ്കിൽ കൂടി പറയുകയാണെ 44 രൂപക്കാണ് ഈ കാണുന്ന എഫ് സെഡ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. നല്ലൊരു എഫ് സെഡ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ. ജാവയെ പോലെ തന്നെ ഇന്ന് കൊടുക്കുന്ന 2 വണ്ടി, എല്ലാ വീഡിയോയിലും നമ്മൾ അത്യാവശ്യം നല്ല വണ്ടികൾ തന്നെ കൊണ്ടുവരാറുള്ളൂ. ഇന്നും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി എഫ് സെഡ് ആണ് ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിലും കയറ്റിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ലൊരു എഫ് സെഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഓണത്തിന് നല്ല സ്മൂത്ത് ഡ്രൈവ് കേട്ടോ. ഈ ആ ഒരു പറയാതിരിക്കാൻ വയ്യ, അത്യാവശ്യം നല്ല സ്മൂത്ത് ഡ്രൈവിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ ഓണത്തിന് എഫ് സെഡ് നോക്കേണ്ട ആളുകളുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വന്ന് ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വണ്ടി ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കോളി കേട്ടോ. 44 രൂപയാണ് നമ്മളിതിന് ആസ്ക് ചെയ്യുന്നത്. അപ്പോൾ എഫ് സെഡ് നല്ല വണ്ടി നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോക്കിക്കോളി. ജാവൻ്റെ കാര്യം മറക്കണ്ട. അത്യാവശ്യം നല്ലൊരു ജാവ ഉണ്ടെങ്കിൽ വെറും 79 റുപ്യക്ക് ജാവ. ഇനിയൊരു ഓഫർ കാത്തിരിക്കരുത്. നല്ല ഓഫറാണെങ്കിൽ പെട്ടെന്ന് പിന്നെ സ്വന്തമാക്കുക, ഒന്നും നോക്കണ്ട. പോർച്ചുഗലൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അമ്മരത്ത് ഗ്ലാമർ ഉണ്ടാവും, നല്ല പവർ കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. അത് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ എഫ് സെഡ് വേണ്ട അല്ലെങ്കിൽ എഫ് സെഡും കോൺടാക്ട് ചെയ്യുക, ജാവ ആണെങ്കിൽ ജാവ. അപ്പോൾ ഏതാണെങ്കിലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഓണത്തിൻ്റെ വണ്ടികൾ ഇങ്ങനെ നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് വണ്ടികൾ അടുത്ത് വരുന്നുണ്ട്. ആ ഓഫറും വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. തൽക്കാലം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്താ പറയുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് കാണാം. നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചോളിട്ടോ. ഓക്കെ.